السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് നാടുകളായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി ഷെയ്ഖുൽ ഇസ്ലാം ഹബ്റുൽ ഉമ്മ അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ റഹ്മഹുല്ല അവർകളാണെന്നുള്ളത് നമുക്കാർക്കും സംശയത്തിനിടയില്ല. അത്രയധികം ചർച്ചകളും പ്രഭാഷണങ്ങളും അതുപോലെ എഴുത്തുകളും സംവാദങ്ങളുമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലയെ ചുറ്റിപ്പറ്റി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഇബ്നു തൈമിയ റഹ്മഹുല്ലയുടെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്ക് ആർക്കും തന്നെ പരിശോധിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ വളരെ ചുരുക്കി എഴുതിയിട്ടുള്ള, ഏതൊരു തുടക്കക്കാർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതിയിട്ടുള്ള അൽ അഖീദത്തുൽ വാസിത്തിയ്യ പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ, അഖീദ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അത് സലഫുസ് സാലിഹീങ്ങളുടെ അതേ അഖീദയാണെന്നുള്ളതാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. അതിനെല്ലാം തന്നെ തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള വ്യക്തമായ തെളിവുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല സഹാബത്തും താബിഈങ്ങളിൽ നിന്നും താബിഈങ്ങളും ശേഷമുള്ള അയിമ്മത്തുൽ അർബഅയിൽ നിന്നുമുള്ള ഉദ്ധരണികളാണ് അതിനെ തെളിയിക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ധരിച്ചിട്ടുള്ളത്. ആ മുൻഗാമികളായിട്ടുള്ള അയിമ്മത്തുകൾക്ക് വിരുദ്ധമായ ഒരു വിശ്വാസവും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വെച്ച് പുലർത്തിയിട്ടില്ല. അത് നമുക്ക് ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്നതാണ്. എന്നിരിക്കെ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരും തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകളും തരീഖത്തുകാരെല്ലാം തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പരത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങൾ, കള്ളപ്രചാരണങ്ങൾ, അതിനൊന്നും തന്നെ തെളിവുകളില്ലാത്തതാണ്. ഒരുപാട് ആളുകൾ പറയുന്നു ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കുന്നത് വഹാബികൾ മാത്രമാണെന്നാണ്. എന്നാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലം മുതൽ ഇന്നുവരെ 7 നൂറ്റാണ്ടിലധികം ജീവിച്ചിരുന്ന ഉലമാക്കളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൽമിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമാമത്തിനെയും എല്ലാം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ്, അദ്ദേഹത്തിന് സമകാലികനായിട്ടുള്ള ഇബ്നു ദഖീഖ് അൽ ഈദ് അശ്ശാഫിഈ റഹ്മഹുല്ലാഹ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ആളുകൾ തന്നെ ആരാണ്, വലിയ പണ്ഡിതന്മാരും ഇമാമിയങ്ങളുമായിട്ടുള്ള ദഹബി, ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നു കസീർ, മിസ്സി, ഇബ്നു അബ്ദുൽ ഹാദി, ഇങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളത്. ശേഷം വന്നിട്ടുള്ള ഹാഫിദ് അൽ ഇറാഖി റഹ്മത്തുള്ളാഹി, ബുൽഖീനി, ഇങ്ങനെയുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഇൽമിനെയും അഖീദയും ഇമാമത്തിനെയും പുകഴ്ത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്ഖി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ ദിഫാ ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതി, അർറദ്ദുൽ വാഫിർ എന്ന ഗ്രന്ഥം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്നവർ കാഫറുകളാണെന്ന് അന്നൊരു വ്യക്തി പറഞ്ഞപ്പോൾ അതിനെതിരിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ജീവിച്ചത് മുതൽ
ഇബ്ൻ നാസറുദ്ദീൻ ദിമഷ്കയുടെ കാലം വരെയുള്ള അയിമ്മത്തുകളുടെ അക്വാലുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്. അവരെല്ലാം ഇബ്നു തൈമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ മാത്രമല്ല, ശേഷം വന്ന സുയൂത്തി, സഖാവി, അതുപോലെ ഇബ്ൻ ഹജർ അസ്ഖലാൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഹാഫിദ് അൽ ബിഖാഇ പോലുള്ള പണ്ഡിതന്മാർ, മുല്ല അലി അൽ ഖാരി പോലുള്ള, ഹനഫി റഹ്മഹുള്ള പോലുള്ള പിൽക്കാലത്തുള്ള അയിമ്മത്തുകൾ എല്ലാവരും ഇബ്നു തൈമിയ്യ എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മതിക്കുകയും അദ്ദേഹത്തിന് ഇൽമിനെയും വിശ്വാസത്തെയും എല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ, തബ്ലീഗ് ജമാഅത്തുകാരും തരീഖത്തുകാർ പോലുള്ള ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് അയിമ്മത്തുകൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. ആകെ അവർക്ക് പറയാനുള്ളത് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് പറഞ്ഞതായിട്ടാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ അത് തെറ്റിയതാണെന്നുള്ളത് മുല്ല അലി അൽ ഖാരി റഹ്മഹുല്ലാഹ് അതിന് മറുപടി നൽകുന്നുണ്ട്. അതെല്ലാം അബദ്ധ ജഡിലമായിട്ടുള്ള വാചകങ്ങളാണ്, അത് തഅസ്സുബിൽ നിന്ന് ഉടലെടുത്തതാണെന്നുള്ളത് അദ്ദേഹത്തെ പോലുള്ളവർ മറുപടി നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു ആലിമിനെ മാത്രം പിടിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം ഉലമാക്കളെയും തള്ളുന്ന ഒരു പ്രവണത എത്ര വില കുറഞ്ഞ സമീപനമാണത്. ഇനി നമ്മൾ നോക്കുക, ഹൈതമി റഹ്മത്തുള്ളാഹി പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികളായിട്ടുള്ള ഷിയകളും അതുപോലെ ശേഷമുള്ള ഈ അശ്അരികളായിട്ടുള്ള ആളുകൾ ആരോപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് അദ്ദേഹം മുജസ്സിമാണെന്നുള്ള കാര്യം. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജിസ്മുണ്ട് എന്ന് പറയുന്ന വാദക്കാരനാണെന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരിൽ ധാരാളം ആളുകൾ സ്ഥിരമായി പറയാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നജീം മൗലവി ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് നടത്തിയുള്ള പ്രഭാഷണത്തിൽ അത് ധാരാളം സ്ഥലത്തത് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതാവായിട്ടുള്ള അമീൻ മാഹിയും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അത് ഒരുപാട് സൂഫി അശ്അരികളായ ആളുകൾ പറഞ്ഞതാണത്. ഹസ്നിയെ പോലുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ള അപവാദമാണത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് ഈ ഒരു വാദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ആദ്യമായിട്ട് ആരോപിച്ച ഷിയാക്കളാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്താണ് ജിസ്മ്, മുജസ്സിം എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ ജിസ്മ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നതാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിന് ശരീരമുണ്ടെന്നുള്ള വാദമാണോ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്? അല്ല, മറിച്ച് അശ്അരികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അശ്അരികൾക്ക് മുമ്പ് മുഅ്തസിലി ഉലമാക്കൾ തജ്സീമിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഇപ്പോൾ അൽ ഖാദി അബ്ദുൽ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ ഷറഹുൽ ഉസൂൽ അൽ ഖംസയിൽ പറയുന്നത്, അതുപോലെ തന്നെ ശേഷം അശ്അരി പണ്ഡിതനായിട്ടുള്ള ജുവൈനി അദ്ദേഹത്തിൻ്റെ ഷാമിൽ പറയുന്നത്, റാസി മതാലിബുൽ ആലിയിൽ പല സന്ദർഭങ്ങളിൽ പറയുന്നത്, ബാഖില്ലാനി അതിനു മുമ്പ് ബാഖില്ലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതുമെല്ലാം ജിസ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരമല്ല, മറിച്ച് മുറക്കബും മുഅല്ലഫുമായ എല്ലാ കാര്യങ്ങളെയും വിശേഷിപ്പിക്കുന്നതാണ് ജിസ്മ് എന്നാണ് പറയുന്നത്. അപ്പം ശരീരം എന്നുള്ള അർത്ഥമല്ല, ജഡം എന്നുള്ള അർത്ഥമല്ല, മറിച്ച് എന്താണ്, വിശേഷണങ്ങൾ കൊണ്ട് ചേർക്കപ്പെട്ടത് എന്നുള്ള അർത്ഥമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഖാദി അബ്ദുൽ ജബ്ബാറൊക്കെ പറയുന്നത് അത് തന്നെയാണ് അശ്അരികളും ഏറ്റുപാടിയിട്ടുള്ളത്. ഇസ്ബാത്തു അസ്സിഫാത്ത് യസ്തൽസിമു അത്തജ്സീം വത്തശ്ബീഹ്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അവൻ്റെ ഗുണവിശേഷണങ്ങൾ അള്ളാഹു അവൻ്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുന്നത്തുകളിലും വിശേഷിപ്പിച്ചിട്ടുള്ള വിശേഷണങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ വിശ്വസിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത് അത് തശ്ബീഹും അതുപോലെ തജ്സീമുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജിസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തജ്സീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
കേവലം അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് പറയുന്നതല്ല, മറിച്ച് അള്ളാഹുവിന് സിഫാത്തുകൾ, പ്രത്യേകിച്ച് എന്താണ്, മുഅ്തസിലികളെ സംബന്ധിച്ചിടത്തോളം ഒരു സിഫാത്തുകളെല്ലാം തന്നെ നിരാകരിക്കാനുള്ള പശ്ചാത്തലം എന്താണ്? സിഫാത്തുകൾ സ്ഥിരീകരിച്ചാൽ അള്ളാഹുവിന് അത് തജ്സീമും തശ്ബീഹുമാണെന്നുള്ള വാദത്തിലേക്ക് എത്തുമെന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിരാകരിച്ചിട്ടുള്ളത്. അതേ വാദത്തിലേക്കാണ് അശ്അരികളും എത്തിയിട്ടുള്ളത്. 7 സിഫാത്തുകളായിട്ടുള്ള സിഫാത്തുകൾ ഒഴികെയുള്ള സിഫാത്തുകൾ അള്ളാഹുവിനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഖബരിയായ സിഫാത്തുകൾ, ഫഅലിയായ സിഫാത്ത് അള്ളാഹുവിനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് തശ്ബീഹും തജ്സീമുമാകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അർത്ഥം തീർത്തും തെറ്റായിട്ടുള്ള ഒരു അർത്ഥമാണ്. ഇതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ യാതൊരു തെളിവുമില്ല, അല്ലെങ്കിൽ ഭാഷയിൽ തന്നെ യാതൊരു തെളിവുമില്ലാത്തതാണ്. അതിന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ ആ ഒരു വിഷയത്തെ വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശർഹു ഹദീസിൻ നുസൂൽ എന്ന ഗ്രന്ഥത്തിൽ. ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ജിസ്മ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ, ഇപ്പോൾ ലിസാനുൽ അറബിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനത്തെ എല്ലാ മാജിമുകളിലും നമുക്ക് കാണാൻ കഴിയും. ജിസ്മിൻ്റെ അർത്ഥം എന്താണ്? ബദനാണ്, ശരീരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ജിസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ, സമസ്തക്കാരൊക്കെ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് ഇബ്നു തൈമിയ്യ വാദിച്ചു എന്ന് പറയും. അത് എന്താണ് അശ്അരികൾ പറഞ്ഞത് എന്നുള്ളതിൻ്റെ അർത്ഥം ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ സിഫാത്തുകൾ സ്ഥിരീകരിക്കുന്നതാണ്. ആ സിഫാത്തുകളിൽ കൊണ്ട് സ്ഥാപിക്കപ്പെടുന്നത് അത് തെർക്കീബും അതുപോലെ തന്നെ തെർക്കീബാണ്, മുറക്കബാണ്, മുഅല്ലഫാണ് എന്നുള്ളത് വാദമാണ് ജിസ്മിയത്ത് എന്നുള്ളതാണ് ഖാദി ബഖലാനി പറഞ്ഞത്. അത് തന്നെയാണ് നേരത്തെ മുഅ്തസിലികളും പറഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് തന്നെയായാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്ക്ക് അങ്ങനൊരു വാദമുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഒരു അവിടുത്തെ ഒരു വലിയൊരു നദിക്ക് പാലമാക്കി നമുക്ക് വെക്കാൻ പറ്റുമെന്നുള്ളത്. അത്രയേറെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഇമാമാണ് ഹബ്റുൽ ഉമ്മ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ആ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ചു, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹുവിന് ജിസ്മുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ മുജസ്സിം വാദക്കാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും? ഇതൊരു വെല്ലുവിളിയാണ്. അമീൻ മാഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ഒരു ബിംബസമാനമായിട്ടുള്ള, അതുപോലെ ജഡസമാനമായ രൂപത്തിലാണ് എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞതെന്ന്. അങ്ങനെ പറഞ്ഞതായിട്ട് അള്ളാഹുവിന് ജിസ്മുണ്ടെന്നോ ഞാൻ തജ്സീമിൻ്റെ വാദക്കാരനാണ് എന്നുള്ളതോ പറയുന്നതായിട്ട് ഒരു ഉദ്ധരണി നിങ്ങൾ കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. നേരെ മറിച്ച് ആ ഒരു വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ജിസ്മിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് അൽ ജവാബ് സഹീഹ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. وأما الشرع فالرسل وأتباعهم الذين من أمة موسى وعيسى ومحمد صلى الله عليه وسلم لم يقولوا إن الله جسم. ഖുർആനും ഹദീസിലോ അതല്ലെങ്കിൽ മുർസലീങ്ങൾ, അത് മൂസ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായിട്ടുള്ള ആളുകളോ മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമയോ അള്ളാഹു ജിസ്മാണെന്നോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടേയില്ല. വല ഇന്നഹു ലൈസ ബിജിസ്ം, അള്ളാഹുവിന് ജിസ്മുണ്ടെന്നോ ജിസ്മില്ല എന്നോ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ നിലപാടെന്താണ്? അത് അള്ളാഹുവിന് സ്ഥിരപ്പെടുത്താൻ പാടില്ല. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുടെ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും തൗഖീഫിയത്താണ്. അത് നമുക്ക്
ഒരു അള്ളാഹുവിൻ്റെ ഒരു ഇസ്മോ സിഫത്തോ സ്ഥിരപ്പെടുത്തണമെങ്കിൽ അതിന് തെളിവ് വേണം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സഹീഹായിട്ടുള്ള തെളിവ്, വ്യക്തമായ തെളിവ് വേണം. എങ്കിലേ നമുക്ക് സ്ഥിരീകരിക്കാനും പറ്റുള്ളൂ, ഇനി നിരാകരിക്കാനും തെളിവ് വേണം എന്നുള്ളതാണ്. ഇതാണ് മുൻഗാമികളായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? വലാ യുഹീതൂന ബിഹി ഇൽമ. അള്ളാഹുവിനെ നമുക്ക് അറിവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വലയം ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ നമുക്ക് പരിപൂർണമായി നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അല്ലാതെ, വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനൊരു കാര്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. ഇല്ല എന്ന് പറയണമെങ്കിലും വ്യക്തമായ തെളിവ് വേണം. ഇതേ കാര്യം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ തൗഖീഫിയത്താണെന്നുള്ള വിഷയത്തിൽ ഇമാം അബൂ നസ്ർ അസ്സജിസി റഹ്മത്തുള്ളാഹി ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ നിലപാട് എന്താണ്? നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മിൻഹാജ് സുന്നയിൽ ഷിയാക്കളുടെ വാദമാണ് അള്ളാഹുവിന് ശരീരമുണ്ട് എന്നുള്ള വാദം. അതിനെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, അമ്മൽ ഖൗലു സാലിസ് വഹുവൽ ഖൗലു സാബിത് അൻ അഇമ്മത്തി അസ്സുന്ന അൽ മഹ്ദ കലിമാം അഹ്മദ് വദവീഹി ഫലാ യുത്ലഖൂന ലഫ്ദൽ ജിസ്ം. ഇസ്ലാമിൻ്റെ അയിമ്മത്തുകൾ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള അയിമ്മത്തുകൾ ആരും തന്നെ ഫലാ യുത്ലഖൂന ലഫ്ദൽ ജിസ്മി ലാ നഫിയൻ വലാ ഇത്ബാതൻ, അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടില്ല, അവർ സ്ഥിരീകരിച്ചിട്ടുള്ള, അത് നഫി ചെയ്യുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഖുർആൻ സുന്നത്തിൽ ആ വിഷയം വന്നിട്ടില്ല. ഇനി ജിസ്മിനെ കുറിച്ച് വീണ്ടും അദ്ദേഹം ദർഉ തആറുദുൽ അഖ്ലി വന്നഖ്ൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വലഫ്ദുൽ ജിസ്മി ഫി ഹഖ്ഖില്ലാഹി വഫിൽ അദില്ലത്തി ദാലത്തി അലൈഹി ലം യരിദ് ഫി കിതാബില്ലാഹി വലാ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ കലാമി അഹദി മിനസ് സലഫി വൽ അഇമ്മ. അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നുള്ളത് ഖുർആനിലോ ഹദീസിലോ സലഫു സാലിഹീങ്ങളുടെ ഉദ്ധരണികളിലോ ഒരാളുടെ ഉദ്ധരണിയിലോ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. അപ്പോൾ അത് ഒരിക്കലും ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി സ്ഥിരീകരിച്ചില്ല. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടില്ല എന്ന് അദ്ദേഹം അസംഗീതമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഹദീസുകൾ സ്ഥിരപ്പെട്ടില്ല, സലഫുകൾ സ്ഥിരപ്പെട്ടില്ല. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് പാടുള്ളതല്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, അൽ കലാമു ഫി വസ്ഫില്ലാഹി ബിൽ ജിസ്മി നഫിയൻ വ ഇസ്ബാതൻ ബിദ്അ. അള്ളാഹുവിനെ സംബന്ധിച്ച് അവന് ജിസ്മുണ്ട് എന്ന് സ്ഥിരീകരിക്കലും നിരാകരിക്കലും എല്ലാം ബിദ്അത്താണ്. അതൊന്നും തന്നെ എന്ത് ചെയ്തില്ല, സലഫു സാലിഹീങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. ലം യഖുൽ അഹദും മിൻ സലഫിൽ ഉമ്മത്തി വ അഇമ്മത്തിഹ ഇന്നല്ലാഹ ലൈസ ബിജിസ്ം കമാ ലം യഖൂലു ഇന്നല്ലാഹ ജിസ്ം. കാരണം സലഫു സാലിഹീങ്ങളിൽ നിന്ന് അള്ളാഹു ജിസ്മാണെന്നോ ജിസ്മല്ല എന്നോ വന്നിട്ടില്ല. അപ്പോൾ അത് സ്ഥിരീകരിക്കലും നിരാകരിക്കലും ബിദ്അത്താണെന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇവിടെ അള്ളാഹു ജിസ്മല്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അശ്ആരി മുഅ്തസിലികളാണ്. അവരത് പറയാനുള്ള കാരണം അള്ളാഹുവിന് ശരീരമുണ്ട് അല്ലെങ്കിൽ ശരീരമില്ല അല്ലെങ്കിൽ ജഡമില്ല എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് എന്താണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. സിഫാത്തുകൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അത് തശ്ബീഹും തജ്സീമുമാണെന്നുള്ളതാണ് അവരുടെ വാദം. അപ്പോൾ ഇനി ഇവിടെ ആദ്യമായിട്ട് അള്ളാഹുവിന് ശരീരമുണ്ട് ജിസ്മുണ്ട് എന്നുള്ള വാദിച്ചത് ആരാണ്? അത് റാഫിദുകളാണെന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മിൻഹാജ് സുന്നയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വഅവ്വലു മൻ ഉരിഫ അൻഹു ഫിൽ ഇസ്ലാമി അന്നഹു ഖാല ഇന്ന അല്ലാഹ ജിസ്മുൻ ഹുവ ഹിശാം ഇബ്നുൽ ഹകം.
മുസ്ലിം സമുദായത്തിൽ ആദ്യമായിട്ട് അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് അറിയപ്പെട്ടുള്ളത് ഹിഷാം ഇബ്നുൽ ഹക്കമാണ് ആദ്യമായിട്ട് ഈ വാദം പറഞ്ഞതായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്. ഹിഷാം ഇബ്നുൽ ഹക്കം ആരാണ്? മിൻ ഗുലാത്തി റവാഫിദ്, റാഫിദുകളിൽപ്പെട്ടുള്ള ഗുലാത്തുകളിൽപ്പെട്ടുള്ള അതിൽ തീവ്രതയുള്ള ആളുകളിൽപ്പെട്ട ആളാണെന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിക്ക് മുമ്പ് റാസി പറഞ്ഞിട്ടുണ്ട്. റാസിയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വക്കാന ബുദുവു ദുഹൂരി തശ്ബീഹ് ഫിൽ ഇസ്ലാം മിന റവാഫിദ്, റാഫിദുകളിൽ നിന്നാണ് തശ്ബീഹ് തജ്സീം വാദം ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് അവയവങ്ങളും ജവാരിഹകളും ഉണ്ട് എന്നുള്ളത് ആദ്യമായി വാദിച്ചിട്ടുള്ളത് ഹിഷാം ഇബ്നുൽ ഹക്കമും അതുപോലുള്ള റാഫിദുകളാണ്. വഹഉലഇ മിൻ റുഅസാഇ ഉലമാഇ റവാഫിദ്, റാഫിദുകളിൽപ്പെട്ടുള്ള ആലിമുകളും നേതാക്കന്മാരുമാണ് ഇവരെന്നുള്ളത് റാസിം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റാഫിദുകളുടെ വാദമാണ്. അതുപോലെ തന്നെ കറാമിയത്തിൻ്റെ വാദമാണ്. ഇതേ വാദം ശരിക്ക് മുസ്ലിം സമുദായത്തിൽ മറ്റൊരു വിഭാഗത്തിനുള്ളത് അത് ശരിക്കും ആർക്കാണ്? സൂഫികൾക്കാണ് ആ വാദമുള്ളത്. നമുക്ക് നോക്കാം, പരിശോധിച്ച് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഈ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഉദമാ ഉൻ നുസാഖ് എന്ന് വെച്ചാൽ മുൻഗാമികളായിട്ടുള്ള സൂഫികൾ അവർ പറയാറുണ്ട്, ദുഃഖാനു യഖൂലു ഇന്നല്ലാഹ തആല യഹല്ലു ഫീ മഖ്ലൂഖാതിഹി, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളിൽ എന്ത് ചെയ്യും? ഇറങ്ങി വരും എന്ന് മുൻഗാമികളായിട്ടുള്ള സൂഫികൾ, നുസാഖുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ, അതിൽ നിന്ന് അല്ലാഹു അത്യുന്നതനാണ്. ഔ യത്തഹിദു ബിഹിം, അല്ലെങ്കിൽ സൃഷ്ടികളുമായിട്ട് യോജിക്കുമെന്ന്. വഹാദ തംസീലുൻ വതശ്ബീഹ്, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവെ സൃഷ്ടികളുമായിട്ട് സദൃശ്യപ്പെടുത്തലാണ്, തശ്ബീഹാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. വയസ്ഉമു അന്നഹു ആനഖ റബ്ബഹു, സൂഫികളിൽ പെട്ടുള്ള തീവ്രത കൂടിയ ആളുകൾ പറയുന്നു, അവരിൽ പലരും പറയുന്നു അള്ളാഹുവിനെ അവരെന്ത് ചെയ്തു? അള്ളാഹുവുമായിട്ട് അവരെന്ത് ചെയ്തു? മുആനഖ നടത്തി, എന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ചു എന്ന്. ഔ അന്നഹു റആഹു, അള്ളാഹുവിനെ നേരിട്ട് കണ്ടു എന്ന്. ഔ അന്നഹു സാഫഹഹു, അള്ളാഹുവിന് കൈ കൊടുത്തു എന്ന്. ഇല ആഖിരി മാ യദുല്ലു അലാ അന്ന ഹഉലാഇ ലൈസു അലാ മില്ലത്തിൽ ഇസ്ലാം, ഇങ്ങനെയുള്ള ധാരാളം ഉദ്ധരണികൾ സൂഫികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെല്ലാം തെളിയിക്കുന്നത് അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളല്ല എന്നുള്ളതാണ്. ലിഅന്ന ഉലമാ അൽ മില്ല ഇത്തഫഖു على أن من يقول بالحلول والاتحاد والتمثيل والتشبيه وأن الله يشبه خلقه بأنه كافر لا شك فيه. കാരണം മുസ്ലിം സമുദായത്തിലെ ഉലമാക്കൾ ഒന്നടങ്കം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഹുലൂൽ ഇത്തിഹാദ് വാദമുള്ളവർ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൃഷ്ടികളുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ അള്ളാഹു അവന് സൃഷ്ടികളുമായിട്ട് സാദൃശ്യമുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഫിറാണെന്നുള്ളത് മുസ്ലിം സമുദായത്തിലെ എല്ലാ ഉലമാക്കളും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് സൂഫികളിൽപ്പെട്ടുള്ള തീവ്രത കൂടിയ ആളുകളുടെ വാദമാണ്. അതിലൊരു ആളാണ്, പിൽക്കാലത്തുള്ള ഒരാളാണ് അബ്ദുൽ കരീം അൽ ജീലി. അയാളുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഇബ്നുൽ ഫാരിദിൻ്റെ ഗ്രന്ഥങ്ങളും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഫാരിദ് പറഞ്ഞു, മൽ ഖൽബു വൽ ഖിൻസീറു ഇല്ല ഇലാഹുന, പട്ടിയും പന്നിയും നമ്മുടെ ദൈവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. നോക്കൂ നിങ്ങൾ, ഇത് സൂഫികളാണിത് പറഞ്ഞിട്ടുള്ളത്. വമല്ലാഹു ഇല്ലാ റാഹിബുൻ ഫി ഖനീസതിഹി, അള്ളാഹു ചർച്ചിലുള്ള ഒരു റാഹിബ് മാത്രമാണ്, റാഹിബിന് പുരോഹിതൻ മാത്രമാണ് അള്ളാഹു എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടിയോടും പന്നിയോടും ചർച്ചിലുള്ള പുരോഹിതനോടും അള്ളാഹു ഉപമിച്ചു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇത് അബ്ദുൽ കരീം അൽ ജീലിയുടെ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും, ഇബ്നുൽ ഫാരിദിൻ്റെ, അതുപോലെ തന്നെ അതിന് മുമ്പ്
ഇവരുടെ നേതാവായ ഷെയ്ഖുൽ അക്ബർ എന്നിവർ വിശേഷിപ്പിക്കുന്ന ഇബ്നു അറബിയുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം ഇബ്നു അറബി അറിയപ്പെട്ടുള്ള ആരാണ്? ഇസ്മായിലി ആളാണ്, ഇസ്മായിലിയാണെന്നുള്ളത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി സൂഫികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് അബു അബ്ദുറഹ്മാൻ അസ്സുലമി എന്ന് പറയുന്ന ആള്. റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ ഏറ്റവും വലിയ ഇമാമായിട്ട് പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്, അബു അബ്ദുറഹ്മാൻ അസ്സുലമി. ഇദ്ദേഹം കുല്ലാബികൾ എന്ന് പറഞ്ഞാൽ അശ്അരി വാദം ശരിക്കും കുല്ലാബി വാദത്തിൽ നിന്ന് കടമെടുത്തതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ കുല്ലാബികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ലഅനത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് വാഹിദിയെ പോലുള്ള ആളുകൾ ഈ അബു അബ്ദുറഹ്മാൻ അസ്സുലമി എന്ത് ചെയ്തിട്ടുള്ളത്? തക്ഫീർ ചെയ്തിട്ടുള്ളത്. വാഹിദി പറഞ്ഞു അബു അബ്ദുറഹ്മാൻ അസ്സുലമി മുജസ്സിമും മുഷബ്ബിഹുമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആരാണ് അയാൾ? സൂഫിയാണ്. നിങ്ങൾ നോക്കൂ, ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സിയർ അലാമിൻ നുബലായിൽ വാഹിദിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വാഹിദി പറഞ്ഞതായിട്ട് സന്നഫ അസ്സുലമി കിതാബ് ഹഖായിഖ് തഫ്സീർ. ഹഖായിഖ് തഫ്സീർ എന്ന പേരിൽ അബു അബ്ദുറഹ്മാൻ അസ്സുലമി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വലൗ ഖാല ഇന്ന ദാലിക തഫ്സീറുൽ ഖുർആൻ, അത് ഖുർആന്റെ തഫ്സീറാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലകഫർതുഹു, ഞാൻ അയാളെ തക്ഫീർ ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബു അബ്ദുറഹ്മാൻ അസ്സുലമി സൂഫി നേതാവായിട്ടുള്ള അബു അബ്ദുറഹ്മാൻ അസ്സുലമി മുജസ്സിമും മുഷബ്ബിഹുമാണെന്നുള്ളത് അശ്അരികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി സൂഫികളുടെ നേതാവായിട്ടുള്ള ഖൂത്തുൽ ഖുലൂബ് എന്ന് അറിയപ്പെടുന്ന കിതാബ് എഴുതിയിട്ടുള്ള ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ അത് എഴുതാൻ പ്രചോദനമായിട്ടുള്ള അതിനേറ്റവും കൂടുതൽ അദ്ദേഹം അവലംബിച്ചുള്ള ഗ്രന്ഥമായിട്ടുള്ള ഖൂത്തുൽ ഖുലൂബ് എഴുതിയിട്ടുള്ള അബൂ താലിബ് അൽ മക്കി മുഷബ്ബിഹത്തിൽപ്പെട്ടുള്ള മുജസ്സിമി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അബു ഇസ്മായിൽ അൻസാരി, അബു ഇസ്മായിൽ അൽ ഹറവി റഹ്മഹുല്ല, അദ്ദേഹത്തെ സുബ്കി മുജസ്സിം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, മുജസ്സിമും മുഷബ്ബിഹും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അയാൾ ആരാണ്? അദ്ദേഹം സൂഫികളുടെ നേതാവായി അറിയപ്പെടുന്ന ആളാണ്. ഇനി പിൽക്കാലത്തുള്ള മറ്റൊരു പണ്ഡിതനാണ് ഈ അബു ഇസ്മായിൽ അൽ ഹറവിയുടെ ശിഷ്യനായിട്ടുള്ള ഇബ്നു താഹിർ അൽ മഖ്ദിസി. അദ്ദേഹത്തിനും ഈ തജ്സീം വാദമുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സൂഫികളിൽ ബഹുഭൂരിപക്ഷ ആളുകളും സൂഫി അഖീദ തന്നെ കെട്ടിപ്പടുക്കപ്പെട്ടുള്ളത് തജ്സീം വാദത്തിലാണ്. അള്ളാഹുവിന് ശരീരമുണ്ട്, അവയവങ്ങളുണ്ട് എന്നുള്ള വാദത്തിലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒരു ഗ്രന്ഥത്തിലും ഈ വാദം കാണാൻ സാധിക്കില്ല. മാത്രമല്ല ആ വാദത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. റാഫിദുകൾക്ക് ആ വാദമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മിൻഹാജ് സുന്ന നബവി എന്ന ഗ്രന്ഥത്തിൽ വിശദമായി അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയിരിക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ത് ചെയ്യുന്നു? മുജസ്സിം എന്ന് വാദിക്കുന്നു. നിങ്ങൾ സൂഫികളാണ് എന്ന് മേന്മ നടിക്കുന്ന ആളുകളാണ്, ഇത് സൂഫികളുടെ വാദമാണ്, നിങ്ങളുടെ വാദമാണ് ഇത് എന്ന് നിങ്ങളുടെ വാദങ്ങളിൽ നിന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് സമർത്ഥിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പോൾ ഇവിടെ അശ്അരികൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുജസ്സിമാണ് മുഷബ്ബിഹാണെന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല, അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ മുജസ്സിമാണെന്നോ അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല. മറിച്ച് എന്താണ്? അള്ളാഹുവിന് അവൻ്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഹദീസുകളിലും സ്ഥിരീകരിച്ചുള്ള സിഫാത്തുകൾ സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അയിമ്മത്തുൽ അർബഈം സ്ഥിരീകരിച്ചുള്ള സിഫാത്തുകൾ ഇബ്നു തൈമിയ സ്ഥിരീകരിച്ചത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇബ്നു തൈമിയ മുജസ്സിം എന്ന് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതാണ് അള്ളാഹുവിന് സിഫാത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സിഫാത്ത് ഖബരിയ ഫഅലിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ
എന്താണ് അത് തെജ്സീമാകുമെന്നുള്ളതാണ് അശ്അരികളുടെ വാദം. അങ്ങനെയാണെങ്കിൽ സെലഫുകൾ ആരാണ്? മുജസ്സിമികളാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഖുർആനും ഹദീസും തെജ്സീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ നോക്കൂ, അത് റാസിയെ പോലുള്ള ആളുകൾ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അത് റാസി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലും ഹദീസിലുമുള്ള അസ്മാ സിഫാത്തുകളെ സംബന്ധിക്കുന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം തശ്ബീഹിന് വളം വെച്ച് കൊടുക്കുന്നതാണ്, തശ്ബീഹിന് ശക്തി പകരുന്നതാണ് എന്നുള്ളത് അയാൾ പറഞ്ഞിട്ടുണ്ട്. മതാലിബുൽ ആലിയ പോലുള്ള ഗ്രന്ഥങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാഹിറുൽ ഖുർആന് കുഫ്ർ എന്നുള്ളത് അശ്അരികളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്നുള്ളത് സിഫാത്തുകൾ, അള്ളാഹുവിനുള്ള സിഫാത്തുകൾ സ്ഥിരീകരിക്കുന്നതാണ് ഇവരുടെ പ്രശ്നം. സലഫു സാലിഹ്യങ്ങൾ സ്ഥിരീകരിച്ചുള്ള സിഫാത്തുകൾ ഇബ്നു തൈമിയ്യ സ്ഥിരീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തുള്ളത്? മുഷബ്ബിഹ് എന്ന് വിശേഷിപ്പിച്ചത്, മുജസ്സിം എന്ന് വിശേഷിപ്പിച്ചുള്ളത്. മാത്രമല്ല ഈ റാസി അയാളുടെ തഫ്സീറിൽ പറഞ്ഞ കാര്യം, ഇലാഹിയാത്തിൻ്റെ വിഷയത്തിൽ ഖുർആനിൽ ഹിദായത്തില്ല എന്ന് നസ്സായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താണ് ഇബ്നു തൈമിയെ മുജസ്സിം എന്ന് വിളിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇബ്നു തൈമിയുടെ വാദം എന്നുള്ളത് സലഫുകളുടെ വാദമാണ്. ഇമാം ഷാഫിഈ പറഞ്ഞ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിൽ സ്ഥിരീകരിച്ചത്, അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളും സ്ഥിരീകരിച്ച് നമ്മൾ സ്ഥിരീകരിക്കുന്നു. മിൻ ഗൈരി തശ്ബീഹിൻ വലാ തഖീഫ്, അള്ളാഹുവിനെ തശ്ബീഹ് ചെയ്യാതെ, സൃഷ്ടികളുമായിട്ട് സാദൃശ്യപ്പെടുത്താതെ, അതിലേക്ക് തംസീൽ ചെയ്യാതെ, തുല്യപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സ്ഥിരീകരിക്കും. വലാ തഖീഫ്, അതിന് രൂപം പറയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ഥിരീകരിക്കുന്നു. ഈ വാദമാണ്. ഇതേ കാര്യം ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് അഖീദത്തുൽ വാസിത്തിയ്യയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സലഫുകളുടെ അഖീദയല്ലാതെ മറ്റൊരു അഖീദയും ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല. നമ്മുടെ നേതാവല്ല ഒരിക്കലും ഇബ്നു തൈമിയ്യ, മറിച്ച് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? സലഫു സാലിഹ്യങ്ങളുടെ അഖീദ, ധാരാളം ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടുള്ള അഖീദ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഖൽഖു അഫ്ആലിൽ ഇബാദിൽ ക്രോഡീകരിച്ചിട്ടുള്ള അഖീദ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹീൽ ബുഖാരിയിൽ അദ്ദേഹം കിതാബ് തൗഹീദ് എന്ന പേരിലും, കിതാബുൽ ഇഅ്തിസാം അല അൽ കിതാബ് വസ്സുന്ന എന്ന പേരിലും, അതുപോലെ തന്നെ ജഹ്മികൾക്കുള്ള റദ്ദായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള അഖീദ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ജഹ്മികൾക്ക് മറുപടി കൊടുത്തുള്ള ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള സലഫുകളുടെ അഖീദ. ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ വന്നുള്ള അഖീദ മാത്രം ഇമാം ഷാഫിയുടെ ശിഷ്യനായുള്ള മുസനിയുടെ ശർഹ് സുന്നയിൽ രേഖപ്പെടുത്തിയുള്ള അഖീദ മാത്രമാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. അതിലൊന്നും കൂട്ടിയിട്ടുമില്ല, കുറച്ചിട്ടുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം നിർദ്ധാരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ തന്നെ പണ്ഡിതനായിട്ടുള്ള ബൂത്തി, മുഹമ്മദ് റമദാൻ അൽ ബൂത്തി, അയാളെക്കുറിച്ച് സയ്യിദ് ഫോദയൊക്കെ പറയുന്നത് ഗസാലിയുൽ അസർ, ഈ കാലഘട്ടത്തിലെ ഗസാലിയാണെന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ തശ്ബീഹുള്ളതായിട്ടോ തെജ്സീമുള്ളതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരിക്കലും മുജസ്സിമോ മുഷബ്ബിഹോ അല്ല എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ സൂഫികളാണ്, നിങ്ങളുടെ വാദമാണ് ഇത്. എന്ത്? തെജ്സീമിൻ്റെ വാദം നിങ്ങളുടേതാണ്, തശ്ബീഹിൻ്റെ വാദം നിങ്ങളുടേതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ സി മടവൂരിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് മുദബ്ബിർ അൽ ആലം എന്ന് പറയുന്നത്, അതിനെ AP സമസ്യയിലും ഒക്കെയുള്ള ആളുകൾ പലരും എതിർത്തിട്ടുണ്ട്. എന്നാൽ ജീലാനിയെ സംബന്ധിച്ച്, അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത്, അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹുവിൻ്റെ അറിവെല്ലാം അദ്ദേഹത്തിനുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള അറിവ് പരിപൂർണമായിട്ടും റസൂലുള്ളാഹിക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ സൃഷ്ടികളെ ശേഷം ഈ സി മടവൂരിനെ പോലുള്ള വളരെ ദുർബലരായ നിർഗുണന്മാരായിട്ടുള്ള
യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഒരു സാധാരണ മനുഷ്യനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത, വൃത്തിയില്ലാത്ത, ഉടുപ്പില്ലാത്ത, ഒരു സ്വഭാവ ഗുണം പോലും ഇല്ലാത്ത ഇവരെ, നിർഗുണന്മാരായ ഇവരെ അള്ളാഹുവുമായിട്ട് എന്ത് ചെയ്യുന്നു? സാദൃശ്യപ്പെടുന്നു. അള്ളാഹുവിൻ്റെ മക്കാമിലേക്ക് ഉയർത്തുന്നു. അർശിൻ്റെയും കുർസിൻ്റെയും ഉടമയാണെന്നുള്ളത് നിങ്ങൾ വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ സംബന്ധിച്ച് മുജസ്സിം എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? ഇനി ഈ വിഷയത്തിൽ നിങ്ങൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏത് ഗ്രന്ഥങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം മുജസ്സിമാണെന്നുള്ളതിനെ സത്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഉദ്ധരണിയെ നിങ്ങൾ വരൂ എങ്കിൽ ഞാൻ അതിന് മറുപടി അറിയാൻ ഒരുക്കമാണ്. അദ്ദേഹത്തിന് ആ ഒരു വാദമില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ അത് തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ പറഞ്ഞവർക്ക് മറുപടി കൊടുത്ത ആളാണ് മിൻഹാജുസ് സുന്നയിൽ ദീർഘമായിട്ട് റാഫിദുകൾക്ക് മറുപടി കൊടുത്ത ആളാണ് ഈ വിഷയത്തിൽ. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ വസ്കനഹു ഫസീഹ ജന്നാതിഹി. വഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.